ഹായ് എവരിവൺ, എല്ലാവർക്കും വിങ്സ്ൻtailsൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി ബേഡ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കാര്യം ട്രെയിനിങ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേഡൊന്നും കയ്യിലില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. കാര്യം ഇവിടെ ഈ വെൻറ്റിലേഷൻ്റെ പ്രശ്നം, സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബേഡിനെ മേടിക്കാനൊന്നും പറ്റിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, മാച്ചുവിൻ്റെ കൊതി കാരണം അല്ലേ. നമുക്ക് അവിടുന്ന് ചെറുപ്പം മുതൽ ഈ ബേഡ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ട് അതൊരു ഭയങ്കര മിസ്സിങ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞു ബേഡിനെ, ഒരു ചെറിയ ഒരു ബഡ്ജീനെ മേടിച്ചിട്ടുണ്ട്. എന്താണ് പേരിട്ടൊക്കെ നമ്മുടെ ബഡ്ജിക്ക്? എങ്ങനെയുണ്ട്? മിലിയനുണ്ട് ആണോ? എന്താ കളർ എന്താ ആണോ? ഒന്ന് മിലിയനിങ് എടുത്തോണ്ട് വന്നേ. സ്റ്റെപ്പ് അപ്പ്, ഗുഡ് ബോയ്. ഓ കൊള്ളാലോ. എങ്ങനെയുണ്ട് മിലിയൻ? കണ്ട് ഒരു ടൈംഡ് ആയോ? മാച്ചോണ്ട് പരിചയത്തിൽ ഇണക്കത്തിലായോ? ആണോ ആണോ സ്റ്റെപ്പ് അപ്പ് ചെയ്യിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചോ? വർത്താനം പറയുമോ? ആണല്ലേ, ഇച്ചിരി വലുതായിപ്പോയി അല്ലേ? ആണ്, സാരമില്ല. അപ്പം ബേഡ് കിട്ടി. അപ്പോൾ ബേഡില്ലാത്തതിൻ്റെ സങ്കടം മാറിയോ? അതെന്തിനാ ഇനി ബേഡ്സിൻ്റെ ആവശ്യം? ആണോ? ഏത് നമ്മുടെ ചിക്കുവിനെ പോലെയാ? ആണോ? അതിന് കിട്ടിയിട്ട് എന്തിനാ? വർത്താനം പറയാനാണോ? ട്രിക്സ് ഒക്കെ പഠിപ്പിക്കാനാണോ? ആണോ 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 നമുക്ക് വേറെ വീടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ബേഡിന് മേടിക്കാം അല്ലേ? ഇവിടെ ഈ സൗണ്ടിൻ്റെ പ്രശ്നം ടെസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ബേഡിന് മേടിച്ചാൽ ശരിയാവുമോ? നമ്മുടെ അപ്പുറത്തെ ആൾക്കാരൊക്കെ ഒന്ന് ഉൾക്കൂടിയാലോ? അതാണ്. അപ്പോൾ മാച്ച് മില്ലിയന് ട്രെയിനിങ് ഒക്കെ നല്ലപോലെ പഠിപ്പിച്ചോട്ടോ. മെഡിക്കാക്കി എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാണല്ലോ മാച്ചുവിന് ഈ ബേഡ്സിനോട് എന്തോ ഒരു ഇഷ്ടം, ഒരു കൊതിയൊക്കെ ഉണ്ടെന്നുള്ളത്. ഈ ചെറുപ്പം മുതൽ ഇതിൻ്റെ കൂടെ ഇതിനെ കളിപ്പിച്ചും ട്രെയിനൊക്കെ ചെയ്യിപ്പിച്ചിട്ടും ചെറുപ്പം മുതൽ ഇതിൻ്റെ കൂടെ ജീവിച്ചു എന്ന് തന്നെ പറയാമല്ലോ. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മാച്ചുവിന് ഈ ബേഡില്ലാത്ത ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാര്യം അവൾക്ക് ഏറ്റവും വലിയ യുഎയിൽ നിന്ന് വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ മിസ്സിങ് എനിക്ക് തോന്നുന്നു ഈ പെറ്റ്സൊക്കെ അത് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് അങ്ങനെ ഒരു ബേഡ്സിനെ മേടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ചിക്കായിട്ട്, ഒരു ഇതും ചിക്കായിട്ട് കിട്ടാനുണ്ടായിരുന്ന ഈ ബഡ്ജി മാത്രമായിരുന്നു. അപ്പോൾ അതിന് മേടിച്ചു. എന്നാലും മാച്ചുവിന് ഭയങ്കര സന്തോഷമാണ്, ബഡ്ജീനെ ഭയങ്കര ഇഷ്ടമാണ്. അതിനെക്കൊണ്ട് കളിപ്പീരും ട്രെയിനിങ് ഒക്കെയാണ്. എന്നാൽ പോലും ഒരു കുറച്ചും കൂടി ഒന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്നത്, അല്ലെങ്കിൽ ഒന്ന് ട്രിക്കൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരെണ്ണത്തിന് കിട്ടണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ കൊച്ചിന് ഭയങ്കര കൊതിയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഒരു സർപ്രൈസായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഓൺലൈൻ കണ്ടിട്ട് ഒരു റോസിഫ്രോൺconure എന്ന് പറയുന്നൊരു ബേഡിനെ ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനൊക്കെ അല്ലേ പറ്റുള്ളൂ, കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതൊരു കുറച്ച് ഒരു റെയറായിട്ടുള്ളതാണ്. നല്ല രസമുണ്ട് കാണാൻ. അഡൽട്ട് ആയി കഴിഞ്ഞാൽ കേട്ടോ. ചെറുപ്പത്തിൽ ചിക്കായിരിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് അതിനെ കണ്ടാലൊരു ഗ്രീൻ ചീക്ക് പോലെ ഇരിക്കും. പക്ഷേ അതൊന്ന് ഒരു അഡൽട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും. അങ്ങനെ വിചാരിക്കുന്നുണ്ട്. എൻ്റെ പേരൻസിനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ബേഡായിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും അത് പോയി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ദൂരത്തിലല്ല. അപ്പോൾ ഒരു വോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുണ്ട്. അപ്പോൾ അവർ വെനസ്ഡേ അതിനെ കളക്ട് ചെയ്തിട്ട് തേഴ്സ്ഡേ ആണ് നെക്സ്റ്റ് ഡേ നമുക്ക് ഡെലിവറി ചെയ്ത് തരുന്ന ഒരു സിസ്റ്റമാണുള്ളത്. അപ്പോൾ അവർ ഇന്ന് ഓൾറെഡി ബേഡിനെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് ബേഡിനെ തരുന്ന ആൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നാളെ രാവിലെ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടുമായിരിക്കും. എന്താണെങ്കിലും മാച്ചിന് നല്ലൊരു സർപ്രൈസ് ആയിരിക്കും. ഞാനും ഒരു പൊടി എക്സൈറ്റഡ് ആണ്. എന്താണെങ്കിലും ഭയങ്കര കൊതിയോട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഒരു ബേഡിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാച്ചിനൊരു എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. Good morning. There's your little baby. He's on his way to you. Number 41. I'll put his food in there. He's got millet spray, apple, water. And let me just shut the lid. That's it. There we are. Here he is. Your little bubba. You gonna go on your journey? Your new mummy and daddy? Yeah. Right. Let me know when you get him, yeah? Bye. എന്തായാലും നാളെ ഒന്ന് നോക്കാം. നമുക്കങ്ങനെ ഉഷാറായിട്ട് വരുമായിരിക്കും. കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ ഈ രാത്രിയിലൊക്കെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിൽ അവർ ഡെലിവറി ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു വലിയ ബുദ്ധിമുട്ടാകത്തില്ലായിരിക്കും ദൂരം യാത്രയൊക്കെ. എന്തായാലും ഞാനും കാത്തിരിക്കുവാണ്. മാച്ചനോട് മിണ്ടിയിട്ടില്ല. നാളെ കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ മുതൽ ഞാൻ ആ വോക്കേഴ്സിൻ്റെ കോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ബേഡിനെ ഇവിടെ ഡെലിവറി ചെയ്ത് തരാമെന്ന് പറഞ്ഞത്. പതുക്കെ മാച്ചുവിൻ്റെ അടുത്ത് പോയി നോക്കാം. മാച്ചു മിലിയായിട്ട് എന്തോ കളിയിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ പതുക്കെ മാച്ചുവിനെ പറഞ്ഞു വിടാം. മാച്ചുവേ, എന്താ രണ്ടാളുടെ പരിപാടി അവിടെ? ആപ്പിൾ പറിക്കാനോ? എവിടുന്ന്? നമ്മുടെ ആപ്പിൾ പറിക്കാൻ അങ്കിള് സമ്മതിക്കുമോ? കൊറോണ ഇല്ലായിരുന്നു, നമുക്ക് ചോദിച്ചു നോക്കായിരുന്നല്ലോ.
നിനക്ക് കൊതിയൊന്നും ഇല്ലല്ലേ? അപ്പൊക്ക് ഇച്ചിരി കൊതിയുണ്ട് കേട്ടോ. നിങ്ങൾ ഇച്ചിരി പറിച്ചോണ്ട് വരുവാണെങ്കിൽ എനിക്കും തരണേ. ആണോ? മില്ലിയാണോ ഈ വിക്രസനൊക്കെ കൂടെ നിൽക്കുന്ന ആള്? മാച്ചുക്കുട്ടിയെ, ഡോറയിൽ ആരെ തട്ടുന്നുണ്ടല്ലോ? മാച്ച ഒന്ന് പോയി നോക്കാം. എനിക്ക് തോന്നേ ആരെങ്കിലും ലെറ്റർ എന്തായാലും കൊണ്ടുവന്നായിരിക്കും. ഒന്ന് പോയി നോക്കാം. അപ്പോൾ അയാൾ പോകുന്നതിന് മുമ്പ് ലെറ്ററും എടുത്തു, അല്ലെങ്കിൽ നനഞ്ഞു പോയാലോ. കുട്ടി ഇവിടെ നിൽക്കട്ടോ, പോരാട്ടോ. ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. പതുക്കെ പോയി നോക്കാം. കിളിക്കുഞ്ഞിനെയോ? അമ്പടാ, നോക്കട്ടെപ്പാ, നോക്കട്ടെ. ബേബിയാണ്. അല്ല, അങ്കിൾ എന്തേ? താങ്ക്സ് പറഞ്ഞോ? അന്ന് വേഗം താങ്ക്സ് പറ. ഡോറടച്ചേക്ക്. എനിക്കറിയത്തില്ല, അങ്കിള് തന്നല്ലേ? ആ, നമ്മുടെ ആണോന്നോ? എനിക്കറിയത്തില്ലല്ലോ. എങ്ങനെയുണ്ട്? വീടെങ്ങനെയുണ്ട്? ആണോ? എന്തോ? പാവത്താട്ടിയാണോ? കുഞ്ഞാണോ? ആണോ? ബേബിയാ? ആണോ? ബേബിയാന്നേ. കണ്ടിട്ട് ബേബിയാണോ? ആണോ? ആണല്ലോ, ഇച്ചിരി ചിക്കാണല്ലോ. ശരിക്കും നമ്മുടെയാ? അപ്പം മേടിച്ചന്നേ. ശരിക്കും മാച്ചനോട് പറയാണ്ടിരുന്ന സർപ്രൈസ് ആയിരുന്നു കുഞ്ഞായിട്ട്. നിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇങ്ങനെ കൊതിയായിട്ട് കാത്തിരിക്കത്തില്ലേ? ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പം മിണ്ടാണ്ടിരുന്ന. ആന്നേ. അയ്യോ, വെൽക്കം. ഇഷ്ടപ്പെട്ടോ? എന്നാ കൂടെ എടുത്ത് നമുക്ക് റൂമിലേക്ക് വെച്ചേക്കാം. സൂക്ഷിച്ചെടുക്കണേ. അപ്പം എടുക്കണോ? ആണോ? മറച്ചൊന്നും കളയല്ലേ. നോക്കട്ടെ അപ്പാ. ഇവിടെ നമുക്ക് റൂമിൽ കൊണ്ടുവച്ചിട്ട് നോക്കാം അല്ലേ? നമുക്കൊരു കാര്യം ചെയ്താലോ? അവനെ ഒത്തിരി കളിപ്പിച്ചു കഴിഞ്ഞാലേ, ആഹാ, അവൻ്റെ കൂട്ടുകാരെ കണ്ടിട്ട് വലിയ കൂട്ടായല്ലോ. നമുക്കൊരു കാര്യം ചെയ്താലോ? അവനെ കുറേ ദൂരത്തുനിന്നൊക്കെ വന്നാണെങ്കിലോ നമുക്ക് എടുത്ത് സൂക്ഷിച്ചിട്ട് കൂട്ടിലിട്ട് വെക്കാം. റെസ്റ്റൊക്കെ എടുക്കട്ടെ. എന്നിട്ട് കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് മിടുക്കനായി കഴിഞ്ഞിട്ട് ഒരു ക്ഷീണമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ കളിപ്പിച്ചാലോ? ആണോ? ഇഷ്ടപ്പെട്ടോ? അപ്പൊക്കെ ഇഷ്ടപ്പെട്ടു. നമുക്ക് പതുക്കെ പേജൊക്കെ തുറന്നു നോക്കാം. കൊച്ചുകൊണ്ട് കൂട്ടാണല്ലോ. മാച്ചക്കുട്ടി എങ്ങനെയുണ്ട്? കൂട്ടായോ മാച്ചുവേട്ട്? എങ്ങനെയുണ്ട്? മിടുക്കനാണോ? ആണോ? ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ? രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടോ? ആണോ? വെള്ളം കുടിക്കുന്നുണ്ടോ? ആണോ? കൊച്ചുകൊണ്ട് കൂട്ടുണ്ടോ? ആണോ? മിടുക്കനായി വരുന്നുണ്ടല്ലേ? ആണോ? കൊച്ചിനോട് കൂട്ടാകുന്നുണ്ടോ? പുറത്തിറങ്ങിയിട്ട് ഭയങ്കര പറക്കലാണല്ലോ. ആണോ? ഫാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചിറകൊന്നും ക്ലിപ്പ് ചെയ്യണ്ട അല്ലേ? അല്ലേ, പറക്കട്ടെ അല്ലേ? അടിപൊളിയായിട്ട്. ആണോ? എന്നാ പേരിടണ്ടേ? എന്താ പേരിടുന്നേ? പൊമേറിയൻ, നമ്മുടെ മിക്കി. മിക്കിന്നിടാം. നമ്മൾ എല്ലായിടത്തും ഓരോ പേരിന് മിക്കിന്ന് പേരിടുന്നല്ലേ അല്ലേ? പിന്നെ മിക്കിന്നിടാം. എന്നാൽ നല്ല പേര്. ഒരാൾ മിലി, ഒരാൾ മിക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ബേഡ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു പെറ്റ്സിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ മിക്കിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മിക്കിനെ വേഗം സെറ്റാക്കി എടുക്കണം. എന്നിട്ട് ട്രെയിനിങ് വീഡിയോസ് കണ്ടിന്യൂസ് ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പെറ്റ്സിന് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ടോ
തെറ്റിപ്പോയി. എന്നിട്ട് പറ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെൽ കഴിഞ്ഞിട്ട് സ്മാഷ് ലൈക്ക് ബട്ടൺ ആണോ? സബ്സ്ക്രൈബ് ബട്ടണോ? സബ്സ്ക്രൈബ് ഒന്ന് വെല്ല ക്ലിക്ക് വെക്കുക. അതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ബൈ. ഗുഡ് ബൈ ഉണ്ട്.